ഹലോ നമസ്കാരം, 12th മാൻ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുന്നത് ISL പുതിയ സീസണായി ഇറങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോസിറ്റീവ് നെഗറ്റീവുമായ ഭാഗങ്ങളാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. കഴിയുമെങ്കിൽ വീഡിയോ ദയവായി മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ആദ്യമായി ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ നിഷു കുമാറിനെ കുറിച്ച് ഞാൻ ഒരു അപ്ഡേറ്റ് സൂചിപ്പിക്കുകയാണ്. നിഷു കുമാറിന് പരിക്ക് പറ്റിയ കാര്യം നിങ്ങളേവരും അറിഞ്ഞു കാണുമല്ലോ. എന്നാൽ ഇപ്പോൾ താരത്തിന്റെ പരിക്ക് പൂർണ്ണമായും ഭേദമായി. മാത്രമല്ല, താരം പരിശീലിക്കാനും ആരംഭിച്ചിരിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടറായ മാർക്കസ് മർഗുലാവാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിഷു കുമാർ ഇപ്പോൾ പ്രാക്ടീസ് തുടങ്ങിയിരിക്കുന്നു എന്നാണ് മാർക്കസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. ഇനി ഞാൻ പറയുന്നത് വരാനിരിക്കുന്ന സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പോസിറ്റീവ് നെഗറ്റീവുമായ കാര്യങ്ങളാണ്. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്റെ അഭിപ്രായത്തിലുള്ളതല്ല, മറിച്ച് മറ്റു ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും സജഷനുകളും പ്രകാരമാണ്. ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പോസിറ്റീവ് വശങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തേത് മിക്ക ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യവും മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. അത് മറ്റൊന്നുമല്ല, ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ വിദേശ താരങ്ങളുടെ ക്യാപ്റ്റൻസിയാണ്. ഞാനിവിടെ ഉദ്ദേശിച്ചത് എന്തെന്ന് വെച്ചാൽ, ബ്ലാസ്റ്റേഴ്സിലെത്തിയ 7-ൽ 5 വിദേശ താരങ്ങളും ഇതിനു മുമ്പ് കളിച്ച ക്ലബ്ബുകളിൽ ക്യാപ്റ്റന്മാരായിരുന്നു. ജോർദാൻ മുറയും ഫക്കുണ്ടോ പെരേരയും ഒഴികെയുള്ള താരങ്ങളുടെ ഇതിനു മുമ്പ് കളിച്ച ക്ലബ്ബുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഇവർ ക്യാപ്റ്റന്മാരായിരുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിനാൽ അവരുടെ ക്യാപ്റ്റൻസിക്ക് ഒത്ത പ്രകടനം തന്നെ അവർ കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡ് ആണ്. മികച്ച രീതിയിൽ കളിക്കാൻ കെൽപ്പുള്ള വളരെയധികം മിഡ്ഫീൽഡർമാരെ ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ ലഭിച്ചിട്ടുണ്ട്. അത് വിദേശ താരങ്ങളായാലും ഇന്ത്യൻ താരങ്ങളായാലും വളരെയധികം മികച്ച മിഡ്ഫീൽഡർമാരാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഈ കാര്യം ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു താരത്തിന് പരിക്ക് പറ്റി പുറത്തു പോകേണ്ട അവസ്ഥ വന്നാലും ആ താരത്തിന് പകരം മറ്റൊരു താരം എപ്പോഴും ക്ലബിൽ തന്നെ ഉണ്ടാകും. അതിനാൽ ആ സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സിന് ഒരു കോംപ്രമൈസിന്റെ ആവശ്യമില്ല. ഇനി അടുത്ത കാര്യം ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ആണ്. വളരെയധികം ശക്തരായ 2 ആഫ്രിക്കൻ ഡിഫൻഡറിനെ ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ ലഭിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ താരങ്ങളായ നിഷു കുമാർ, അബ്ദുൽ ഹക്കു തുടങ്ങിയ താരങ്ങൾ ചേരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ലൈൻ മറ്റു ടീമുകൾക്ക് ഒരു തലവേദനയായി മാറും. ഡിഫൻസ് പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗും വളരെയധികം ശക്തമാണ്. ഈബു ബുക്കിനോയുടെ ഇഷ്ട ഫോർമേഷനായ 4-3-2-1 എടുത്ത് നോക്കുകയാണെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായ ഗാരി ഹൂപ്പറിന് എന്തെങ്കിലും പരിക്ക് പറ്റിയാലും ജോർദാൻ മുറെ തുടങ്ങിയ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിനായി അവിടെ ബാക്കപ്പായി ഉണ്ട്. അതിനാൽ ഈ സ്ഥാനത്തും ഒരു കോംപ്രമൈസിന്റെ ആവശ്യമില്ല. ഇനി വരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ താരങ്ങളാണ്. വളരെയധികം മികച്ച രീതിയിൽ കളിക്കുന്നതും എക്സ്പീരിയൻസ്ഡുമായ ഇന്ത്യൻ സ്ക്വാഡാണ് ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ ഉള്ളത്. മറ്റു ടീമുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ISLൽ ഒട്ടേറെ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള വളരെയധികം മികച്ച താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിനുണ്ട്. ഇതിന്റെ റിസൾട്ട് നമ്മൾ പ്രീ സീസണിലും കണ്ടതാണ്. അതിനാൽ അധികമായി ബ്ലാസ്റ്റേഴ്സിന് വിദേശ താരങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല. മാത്രമല്ല, ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കണ്ട ഏറ്റവും നല്ല നീക്കമാണ് താരങ്ങളുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തത്. എല്ലാ താരങ്ങളുടെയും കോൺട്രാക്ട് ബ്ലാസ്റ്റേഴ്സ് 5 വർഷത്തേക്കും 3 വർഷത്തേക്കുമായി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുമൂലം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു ലോങ് ടൈം പ്ലാനിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിനാൽ അടിക്കടി കോച്ചുകളെയും താരങ്ങളെയും മാറ്റുന്ന ശീലം പൂർണ്ണമായി ഒഴിഞ്ഞു മാറി എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പോസിറ്റീവായ വശങ്ങൾ. ഇനി നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ നെഗറ്റീവായ വശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്ലാസ്റ്റേഴ്സിന്റെ നെഗറ്റീവ് വശങ്ങൾ പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് സെക്ഷൻ ആണ്. മിക്കവാറും മറ്റു ടീമുകൾ ബ്ലാസ്റ്റേഴ്സിന്റെ വീക്ക് പോയിന്റ് ആയി കാണുന്നത് അവരുടെ ഗോൾ കീപ്പിംഗ് സെക്ഷൻ തന്നെയാകും. ഇതിന് കാരണം ബ്ലാസ്റ്റേഴ്സിലെ ഇപ്പോഴത്തെ ഗോൾ കീപ്പർമാർക്കൊന്നും ISLൽ അത്രയും വലിയ കളി പരിചയങ്ങളൊന്നുമില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായ ആൽബിനോ ഗോമസ് ഒഡീഷ FCക്കായി സെക്കൻഡ് ഗോൾ കീപ്പറായിട്ടായിരുന്നു കളിച്ചിരുന്നത്. അതുപോലെ തന്നെ പ്രക്ഷുബൻ ഗില്ലും ബാംഗ്ലൂരുവിന്റെ തേർഡ് ഗോൾ കീപ്പറായിരുന്നു. എന്നാൽ ഇവിടെ ബിലാൽ ഖാൻ ഐ ലീഗിലെ ഗോൾഡൻ ഗ്ലൗ വിന്നർ ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ ISL സീസണിൽ താരത്തിന് മികച്ച രീതിയിൽ കളിക്കാനായില്ല. അതുപോലെ തന്നെ താരം കുറച്ച് ഷേക്കി ആയിട്ടായിരുന്നു കാണപ്പെട്ടത്. ഒരുപക്ഷെ ഇതിന്റെ കാരണം താരത്തിന് വളരെയധികം മത്സരങ്ങളിൽ അവസരം ലഭിക്കാത്തതുമായിരിക്കാം. ഇനി വരുന്ന കാര്യം ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ ബാക്കപ്പ് ഓപ്ഷൻ ഒന്നും ഇല്ലെന്ന കാര്യമാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഡിഫൻഡർക്ക് പരിക്ക് പറ്റുകയാണെങ്കിൽ ആ സ്ഥാനം മിക്കവാറും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇതിന് കാരണം മികച്ച രീതിയിൽ കളി കാഴ്ചവെക്കുന്ന ചുരുക്കം ചില ഡിഫൻഡർമാർ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ ഉള്ളത്. അവസാനമായി കോസ്റ്റോയുടെ പ്രായ കൂടുതലിനെ കുറിച്ചും പറയുകയാണ്. ISLലെ തന്നെ ഒരു റിപ്പോർട്ടറാണ് ഈ കാര്യം സൂചിപ്പിച്ചത്. ഓരോ ഫോറിൻ താരങ്ങളുടെയും റഡാർ പുറത്തുവിട്ടപ്പോഴാണ് ആ റിപ്പോർട്ടർ ഈ കാര്യം സൂചിപ്പിച്ചത്. പക്ഷെ എനിക്കിതൊരു ലിമിറ്റേഷൻ ആയി തോന്നിയില്ല. എന്തൊക്കെയായാലും ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ കടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർന്നും ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ന്യൂസുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.